ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ചും ഈ കൊക്രോച്ചിനെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരെ നമുക്കറിയാം. കാര്യം ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന ഈ കൊക്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ വലിയ സൈസൊന്നും അല്ല കേട്ടോ. ഈ ചെറിയ ചെറിയ അതിന് കൊക്രോച്ചാണ്, അതിനെ കൂറയെന്ന് പറയും, അതിനെ ജർമ്മൻ കൊക്രോച്ച് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. കാരണം അത്രയും ചെറിയ സൈസിലുള്ളതാണ്. അത് നമ്മളെ നാട്ടിൽ അങ്ങനത്തെ നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള 100% എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വേണ്ടത് ബോറിക് ആസിഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫാർമസിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഒരു പാക്കറ്റ് വാങ്ങിക്കുക. ഇതാണ് നമ്മുടെ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഈ ഒരു കപ്പിന് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ, ബോറിക് ആസിഡ് പൗഡർ. അപ്പം ഞാൻ എൻ്റെ അളവ് പറയാം. ഇപ്പം ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് ബോറിക് ആസിഡ് പൗഡർ എടുത്തപ്പോൾ നമുക്കിവിടെ ആട്ടപ്പൊടിയും ആവശ്യമുണ്ട്. അപ്പോൾ ആട്ടപ്പൊടി എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കപ്പിനാണ്. അതായത് ഞാൻ 1/4 കപ്പാണ് ആട്ടപ്പൊടി എടുത്തിട്ടുള്ളത്, മറ്റത് 1/4 കപ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ 3:1 ആണ്. ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. നമ്മളിപ്പോൾ 3 പോർഷൻ ബോറിക് ആസിഡ് പൗഡർ എടുക്കുകയാണെങ്കിൽ 1 പോർഷൻ മാത്രമാണ് നമ്മൾ ആട്ടപ്പൊടി എടുക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഇങ്ങനെ ഈ ഒരു അളവിൽ കറക്റ്റായിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മിൽക്ക് പൗഡറാണ് കേട്ടോ, പാൽപ്പൊടി. അപ്പം ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാൽപ്പൊടിക്കൊരു പ്രത്യേക ഒരു സ്മെല്ലാണല്ലോ. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്തായാലും കൊക്രോച്ചിലേക്ക് സ്നേഹിച്ച് തന്നെ കൊല്ലാം, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡോ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാൽപ്പൊടി എടുത്തിട്ടില്ല, അതായത് നിങ്ങൾക്ക് പാൽപ്പൊടി അവൈലബിൾ അല്ലെങ്കിൽ പാലൊഴിച്ചിട്ട് ഇത് ഒരു ഡോ ആയിട്ട് ചപ്പാത്തിയുടെ ഡോ പോലെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പാൽപ്പൊടി എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പച്ചവെള്ളം യൂസ് ചെയ്തിട്ടാണ് ഇത് കുഴച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കംപ്ലീറ്റും ഈ ഒരു 4 ഐറ്റവും കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് തയ്യാറാക്കി എടുക്കുക. പെട്ടെന്ന് ശരിയാവും കേട്ടോ. നമ്മൾ ചപ്പാത്തിയുടെ അത്രയും ഒന്നും ഭയങ്കര ഹാർഡൊന്നും ആവത്തില്ല, പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ലംസ് ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു ബോറിക് ആസിഡ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവില്ല, എന്നാലും നമ്മൾ ക്യാരംസ് ഒക്കെ കളിക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ ഇടാറില്ലേ, അങ്ങനെ ഇടാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഉറുമ്പിനെയൊക്കെ കൊല്ലാൻ വേണ്ടി ഉറുമ്പ് പൊടി എന്നൊക്കെ പറയുന്ന അതിലൊക്കെ ഈ ബോറിക് ആസിഡ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ പല പല യൂസേജ് ആണ് കേട്ടോ ഈ ഒരു ബോറിക് ആസിഡ് പൗഡർ. പ്രത്യേകിച്ചും ഇതൊരു പെസ്റ്റിസൈഡ്സ് ആയിട്ട് നമ്മൾ ഈ കൊക്രോച്ചിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ ഫ്ലൈസിനൊക്കെ വേണ്ടിയിട്ട് പെസ്റ്റിസൈഡ്സ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെയും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച്, ഇതൊരു അങ്ങനെ വലിയ വിലയൊന്നുമില്ല. ഒരു പാക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്തു പോകും കേട്ടോ. കൊക്രോച്ച് നല്ല ശല്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് സജസ്റ്റ് ചെയ്യൂ. ഒരു തവണയെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കണം. അത്രയും എഫക്റ്റീവായിട്ടുള്ളതാണ്. എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നുന്നെങ്കിൽ അല്പം കൂടി ആട്ടപ്പൊടി ഇട്ടിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ബോൾസ് ഇങ്ങനെ ചെറുതാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓരോ സ്ഥലത്തായിട്ട് പ്ലേസ് ചെയ്യണം. എവിടെയൊക്കെയാണ് കൊക്രോച്ചിൻ്റെ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാം, ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം കൊക്രോച്ചിൻ്റെ ശല്യം ഉണ്ടോ അത്രയും ബോൾസ് ആയിക്കോളൂ. അതിൻ്റെ സൈസ് അപ്പോൾ ചെറുതാക്കുകയോ വലുതാക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു നിങ്ങൾക്ക് ആ ഒരു മോഡൽ കാണിച്ചിരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് എവിടേക്കാണോ കൊക്രോച്ചിൻ്റെ ശല്യം ഉള്ളത് അവിടേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ ഡയറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് കളയാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ നമ്മുടെ ഫോയിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടോ ഇത്രയുള്ള ബോൾസ് ആക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഈ ഒരു സൈസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഷേപ്പിലൊക്കെ എടുക്കാം കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാനിവിടെ ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഇത് പ്ലേസ് ചെയ്യുകയാണ്.
എന്നിട്ട് നമുക്ക് നമ്മുടെ കബോർഡുകളിലോ കിച്ചണിൽ മെയിനായിട്ട് ഏറ്റവും കൂടുതലുള്ളത് കിച്ചണിലായിരിക്കും, പിന്നെ വാഷ്റൂമിൽ ഏറ്റവും കൂടുതൽ വാഷ്റൂമിലും കിച്ചണിലും തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ മെയിനായിട്ടും ഈ കിച്ചണിലൊക്കെ ഒത്തിരി ഈ വുഡൻ കബോർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനിടയ്ക്കൊക്കെ നല്ല രീതിയിലുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളിത് പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും. ആദ്യത്തെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ പല സ്ഥലത്തായിട്ട് കൊക്രോച്ച് ഇങ്ങനെ ചത്തിയത്ത് കിടക്കുന്ന കാണാൻ പറ്റും കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഈ കൊക്രോച്ചിനെ കാണാൻ പോലും പറ്റില്ല, അത്രയും എഫക്റ്റീവാണ്. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഇതേ കബോർഡിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കബോർഡിൽ നമുക്ക് ഓരോ കോർണറിലായിട്ട് വെച്ച് കൊടുക്കും. ഇപ്പോൾ കബോർഡിൻ്റെ 2 സൈഡിൽ 2 കോർണറിൽ നമുക്ക് വെച്ച് കൊടുക്കാം, കണ്ടോ. അപ്പോൾ നിങ്ങളിത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ കാണുന്ന രീതിയിലൊന്നും ഇത് വെക്കരുത് കേട്ടോ. കാര്യം കുട്ടികൾക്ക് അറിയില്ല, അവരുടെ അടുത്ത് ചിലപ്പോൾ കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ കെയർ ആയിരിക്കണം. അതേപോലെ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്, ആക്ച്വലി നമുക്കിവിടെ കൊക്രോച്ച് ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് കൊക്രോച്ചൊന്നും ഇല്ല. പണ്ട് ഇവിടെ ഞാൻ വന്ന സമയത്തൊക്കെ നമ്മൾ ഷെയറിങ് താമസിക്കുമ്പോഴും അല്ലാതെയൊക്കെ നമുക്ക് ഒത്തിരി ഈ ഒരു കൊക്രോച്ചിനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ ചെറിയ സൈസില്ലേ കൂറ, അതിനെക്കൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴൊക്കെ പല പെസ്റ്റിസൈഡ്സും നമ്മളിങ്ങനെ വാങ്ങിച്ച് വെക്കും. പിന്നെ നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് കൊണ്ടുവന്ന് അവർ ഈ ഇയർലിയൊക്കെ പെസ്റ്റിസൈഡൊക്കെ കൊണ്ട് വെക്കും കേട്ടോ. പക്ഷേ അതൊന്നും അത്ര എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് ഇടയ്ക്കാണ് ഇത് കിട്ടിയത് കേട്ടോ. എൻ്റെ ബ്രദറാണ് ഒരു വീഡിയോ, പുള്ളിക്കാരൻ എവിടെ നിന്നോ കണ്ടിട്ട് ഈ സംഭവം ഇക്ക തന്നെ ഇത് തയ്യാറാക്കി നമ്മുടെ വീട്ടിൽ പല സ്ഥലത്തായിട്ട് ഇവിടെ ഫ്ലാറ്റിൽ പ്ലേസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര റിസൾട്ടാണ് കിട്ടിയത്. അതിനുശേഷം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇതേപോലെ ഇങ്ങനെ കണ്ടുവരികയാണെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇതിങ്ങ് തയ്യാറാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പോയി കിട്ടും. അപ്പോൾ പിന്നെ നിങ്ങൾ മെയിനായിട്ടും നമ്മുടെ സിങ്കിൽ വെക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ഈ വെള്ളത്തിൻ്റെ ഈർപ്പം, ഈ വെള്ളം ഉണ്ടെങ്കിലേ ഇത് ജീവിക്കൂ എന്ന് പറയണം. അപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗത്തുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിലോ ഷേപ്പിലോ ഒക്കെ ആക്കി നമുക്കിതിങ്ങനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ കാണുമ്പോൾ ദേ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങളിത് നിസ്സാരക്കാരനായിട്ട് കരുതേ ചെയ്യരുത്. കാരണം ഈ കൊക്രോച്ചിനെ കൊണ്ട് ശല്യം, അതായത് അത്രയും ബുദ്ധിമുട്ടുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് തന്നെ കിട്ടും. 100% ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾക്ക് എന്തായാലും ഇത് ശരിയായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എങ്ങനെയാണ് റിസൾട്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കണം. പിന്നെ ഇതേപോലെ നിങ്ങൾക്കിപ്പോൾ കോക്രോച്ചിൻ്റെ ശല്യമൊന്നും ഇല്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് സജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എത്രയൊക്കെ മരുന്നൊക്കെ വെച്ചാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ വീട് ക്ലീൻ ആക്കി ഇടുക. നമ്മുടെ വാഷ്റൂം ആവട്ടെ, നമ്മുടെ കിച്ചൺ സിങ്കാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കേണ്ട ഒരു സംഭവം. കാരണം വേസ്റ്റ് കാര്യങ്ങൾ പോകുന്നതല്ലേ. പിന്നെ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ എപ്പോഴും ക്ലീൻ ആക്കി ഇട്ടതിന് ശേഷം മാത്രം ഉറങ്ങുക. അതൊക്കെ നമ്മൾ ശീലമാക്കിയാൽ തന്നെ ഒരുവിധം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന, ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.